രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ കെ.എൻ. ബാലഗോപാൽ നടത്തിയ ബജറ്റ് പ്രസംഗം ഒരു വശത്ത് ഒട്ടേറെ കയ്യടികൾക്ക് അവസരമുണ്ടാക്കുമ്പോൾ വിമർശനത്തിനും ഒട്ടും കുറവില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന സാമ്പത്തികമായ വലിയ തിരിച്ചടികളുടെ ചില വിവരണങ്ങൾ അവർ നേരത്തെ തന്നെ ജനങ്ങളുമായി പങ്കുവച്ചിരുന്നു. അപ്പോഴും ക്ഷേമ പദ്ധതികൾക്ക് ഏകദേശം 14,500 കോടിയോളം രൂപ മാറ്റിവെച്ചുകൊണ്ടുള്ള ബജറ്റ് പ്രസംഗത്തിൽ അംഗൻവാടി ടീച്ചർമാർ, പ്രീ പ്രൈമറി അധ്യാപകർ, പാചക തൊഴിലാളികൾ, അങ്ങനെ നിരവധി വിഭാഗം ആളുകൾക്ക് 1000 രൂപ വീതം പ്രതിമാസ വേതന വർധനവ് പ്രഖ്യാപിച്ചത് ആ വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസകരമാണ്. 35 വയസ്സിന് മുകളിൽ 60 വയസ്സ് വരെ പ്രായമുള്ള വീട്ടമ്മമാർക്ക്, ഏകദേശം 31 ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർക്ക് 1000 രൂപ നൽകുന്ന പദ്ധതി കഴിഞ്ഞ ഒക്ടോബർ 29 തീയതിയായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ബജറ്റിൽ ആ തുകയ്ക്കും മുകളിലേക്ക് ഈ ക്ഷേമ പദ്ധതിയുടെ പ്രയോജനം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒപ്പം തന്നെ തൊഴിലന്വേഷകരായ ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വീതം തൊഴിലന്വേഷണ കാലത്ത് പ്രഖ്യാപിച്ച തുകയിലും വർധനവ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്ന പുതിയ വിഭാഗം ആളുകൾ, അവർക്ക് അവരുടെ തൊഴിലിടങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ചില പദ്ധതികളുടെ പ്രഖ്യാപനം, സംസ്ഥാനത്ത് ഏകദേശം 12 മുതൽ 15 ലക്ഷത്തോളം വരുന്ന ഓട്ടോ തൊഴിൽ മേഖലയിൽ നിലവിലുള്ള ഓട്ടോറിക്ഷകളൊക്കെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് 40,000 രൂപയുടെ സഹായം നൽകൽ, പുതിയ ഓട്ടോറിക്ഷ വാങ്ങാൻ, ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങാൻ 2% അവർക്ക് വായ്പ കൊടുക്കാനുള്ള ചില തീരുമാനങ്ങൾ, പ്രായമായ ആളുകൾക്ക് റിട്ടയറിംഗ് ഹബ്ബുകൾ ഉണ്ടാക്കുക, ലിവിംഗ് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കുക തുടങ്ങിയ തീരുമാനങ്ങൾ, ഏറ്റവും പ്രധാനമായി കേരളത്തിലെ കോളേജ് വിദ്യാഭ്യാസം, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം സൗജന്യമാക്കാനുള്ള പ്രഖ്യാപനം. അങ്ങനെ ഒരു വശത്ത് പരിമിതമായ സാമ്പത്തിക സൗകര്യങ്ങളാണ് കേരളത്തിൽ നിലവിലുണ്ടെങ്കിൽ പോലും ഇത്തരം പ്രഖ്യാപനങ്ങൾ ജനങ്ങൾക്ക് തീർച്ചയായും ആശ്വാസകരമായ ചില അനുഭവങ്ങൾ നൽകുമെന്നുണ്ടെങ്കിൽ പോലും മറുവശത്ത് വളരെ ഗൗരവതരമായ ചില വിമർശനങ്ങൾ ഉയർത്താനുള്ള അവസരവും ഈ ബജറ്റ് പ്രഖ്യാപനം നടത്തി. ഏറ്റവും പ്രധാനമായി 2021 ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷനുകളുടെ തുക പ്രതിമാസം 2,500 ആക്കി ഞങ്ങൾ ഉയർത്തുമെന്നത്. കഴിഞ്ഞ ഒക്ടോബർ 29 തീയതിയാണ് 1,600 രൂപയിൽ നിന്നും ക്ഷേമ പെൻഷൻ, ഏകദേശം 61 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ക്ഷേമ പെൻഷൻ 2,000 രൂപയാക്കി വർദ്ധിച്ചതെങ്കിൽ ജനങ്ങൾ മൊത്തത്തിൽ പ്രതീക്ഷിച്ചത്, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്ന 2,500 രൂപയെങ്കിലും അവസാന ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നായിരുന്നു. അങ്ങനെ ഉണ്ടായില്ല എന്നത് തീർച്ചയായും വലിയ വിമർശനങ്ങൾക്ക് അവസരമുണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഏകദേശം 5-6 ലക്ഷത്തോളം വരുന്ന റബ്ബർ കർഷകർക്ക് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയെങ്കിലുമാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ള 2021 പ്രഖ്യാപനം ഇതുവരെയും പൂർത്തീകരിക്കാൻ കഴിയാതെ 200 രൂപയ്ക്ക് മാത്രം, എന്ന് വെച്ചാൽ 1 കിലോ റബ്ബറിന് താങ്ങുവിലയായി 200 രൂപ എന്നുള്ള പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ഈ ബജറ്റും. അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണി നൽകിയ ചില വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്ന ബജറ്റ് ഒരു വശത്ത്, അതേസമയം പുതിയ മേഖലയിലുള്ള ആളുകൾക്ക് ചില ആനുകൂല്യങ്ങൾ നൽകാനുള്ള ഒരു തീരുമാനം ഒരു വശത്ത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം സംസ്ഥാനം വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയിലേക്ക് വീണ്ടും എത്തപ്പെടും എന്ന തരത്തിലുള്ള ചില സൂചനകളും ബജറ്റ് നൽകുന്നുണ്ട്. ഉദാഹരണമായി കഴിഞ്ഞ വർഷം ധന മേഖലയിലുണ്ടായ തിരിച്ചടി റവന്യൂ കമ്മി വർദ്ധിപ്പിക്കുവാൻ കാരണമായി.
കഴിഞ്ഞ വർഷത്തെ റവന്യൂ കമ്മി 36,889 കോടി രൂപയായിരുന്നു. അത്രയും സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചില്ല. ഈ വർഷം റവന്യൂ കമ്മി പ്രതീക്ഷിക്കുന്നത് 34,586 കോടി രൂപയാണെന്ന് പറയുമ്പോൾ റവന്യൂ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവാക്കുന്ന ഒരു രീതി വീണ്ടും കേരളം തുടരുന്നു എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഈ വർഷം വരാൻ പോകുന്ന ധനവർഷത്തിൽ സംസ്ഥാനത്തിന് പുതുതായി 51,378 കോടി രൂപയുടെ കടബാധ്യത വർദ്ധിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് സംസ്ഥാനം സാമ്പത്തികമായി വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, അത് സംസ്ഥാനത്തിൻ്റെ കടം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനുള്ള കാരണം കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സമീപനമാണെന്നുള്ള വിശദീകരണം സംസ്ഥാന സർക്കാർ പറയുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ചില ആരോഗ്യകരമായ സൂചനകൾ ഒരു വശത്തുള്ളപ്പോൾ, മറുവശത്ത് ജനങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ക്ഷേമ പദ്ധതികളിലെ വർധനവ് ഉണ്ടാകാതിരുന്നത് തീർച്ചയായും ഈ ബജറ്റിനെ വിമർശനാത്മകമായി വിലയിരുത്തുന്നവർക്ക് പലതും ശബ്ദം ഉയർത്തി പറയാൻ അവസരമുണ്ടാക്കുന്നുണ്ട്.